ഒരു 8:30 ആകുമ്പോഴാണ് ഇവിടെ തൊടുകപ്പുള്ള റെയിൽവേ സ്റ്റേഷനിൽ പോലീസ് എത്തുന്നത്. അപ്പോൾ അല്ല, പെട്ടെന്ന് പോലീസ് വന്ന് റെയിൽവേ സ്റ്റേഷനിൽ കയറുന്നു. റെയിൽവേ സ്റ്റേഷനിൽ കയറിയിട്ട് അവര് പറയുന്നത് എന്താ വെച്ചാൽ റെയിൽവേ സ്റ്റേഷന്റെ ഒരു 200 മീറ്റർ പരിധിയിൽ എന്താ വെച്ചാൽ ഈ നമ്പർ ഓണാണ് എന്നുള്ളതാണ് അവർ പറഞ്ഞത് കാര്യം. അങ്ങനെ അത് വെച്ചിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗങ്ങളിലൊക്കെ പരിശോധിക്കുമ്പോൾ അവിടെ ഒന്നും ആരും കാണുന്നില്ല. പക്ഷെ അപ്പോഴേക്കും അവൻ അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. പിന്നെ ഒരു 200 മീറ്റർ മാറി തൂവൂർ ഭാഗത്തോട്ടാണ് രണ്ടാമത് വീണ്ടും സൈബർ സെല്ലിൽ നിന്ന് അന്വേഷിക്കുന്ന സമയത്ത് പോലീസ് പറഞ്ഞത്. ഞങ്ങൾ ആ ഭാഗം അന്വേഷിക്കുന്നു. അടുത്തൊരു 200 മീറ്റർ മാറി വീണ്ടും ടവർ ലൊക്കേഷൻ കാണിച്ചെന്ന് പറഞ്ഞു. 2 പ്രാവശ്യം ടവർ ലൊക്കേഷൻ മാറി. പിന്നെ അതിനുശേഷം ആ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോഴാണ് പിന്നെ ഒരു വീട്ടിൽ കയറി വെള്ളം ചോദിച്ചു എന്ന് പറയുന്നത്. ഏകദേശം ഒരു 9 മണി ആ സമയമാകുമ്പോഴേക്കും അവിടെ ഒരു വീട്ടിൽ കയറിയിട്ട് അവിടുന്ന് വെള്ളം കുടിച്ചിട്ടുണ്ട്. അത് ഈ റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്തുള്ള വീടാണ്. ആ റെയിൽവേ സ്റ്റേഷനോട് ഏകദേശം ഒരു 3/4 കിലോമീറ്ററോളം നടന്നു പോകാനുള്ള ദൂരമുണ്ട്. എന്തെങ്കിലും റോഡ് മാർഗവും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും നടന്നു പോയിട്ടുണ്ടാവും റെയിൽവേ. അങ്ങനെ അവിടുന്ന് വെള്ളം കുടിച്ചതിന് ശേഷം എന്ത് ചെയ്തിട്ടുണ്ട്, അവൻ ആ വീട്ടുകാരോട് ഫോൺ വാങ്ങിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവന്റെ അച്ഛനെ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ അച്ഛനെ വിളിച്ചു. പിന്നെ അച്ഛനെ അവനെ ഒന്ന് കൂട്ടിക്കൊണ്ടുപോയി എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞത്. കാരണം എന്താ വെച്ചാൽ നമ്മള് ഇങ്ങനെ കാര്യം ആ വീട്ടുകാർ നമ്മളോട് പറയുന്ന സമയത്ത് എന്ത് ചെയ്തു, ആ വീട്ടുകാരൻ എന്ത് ചെയ്തിട്ടുണ്ട്, ആ അച്ഛൻ നമ്പറിലോട്ട് ഒന്നുകൂടി വിളിച്ചിട്ടുണ്ട്. അപ്പൊ അവൻ സേഫായിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. അവന് കുറച്ച് പേടി കൂടുതലുള്ള കൂട്ടത്തിലാണെന്നൊക്കെയാണ് അവരാ വീട്ടുകാര് ഫോൺ വിളിച്ച് വീട്ടുകാരോട് പറയുന്നത്. പക്ഷെ നമ്മളെന്താ വെച്ചാൽ എന്ത് കാര്യങ്ങൾ ഉണ്ടെങ്കിലും സ്റ്റേഷനിൽ വിളിച്ച് അറിയിക്കണം എന്നുള്ള SHO പോകുന്ന സമയത്ത് ഞങ്ങളോട് പറഞ്ഞതായിരുന്നു. ആ അടിസ്ഥാനത്തിൽ നമ്മൾ അപ്പം തന്നെ എന്ത് ചെയ്തു, 10:22 ഞാൻ എന്ത് ചെയ്യുന്നത്, കരുവാരുണ്ട് SHOക്ക് അവന്റെ അച്ഛന്റെ നമ്പർ കൈമാറുന്നത്. 10:45 ആകുമ്പോൾ ഞാൻ ഒന്നുകൂടി അവന്റെ ഫോട്ടോ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാനും വേണ്ടിയിട്ട് SHOക്ക് ഒന്നുകൂടി കോൺടാക്ട് ചെയ്തിരുന്നു. കാരണം ഇവിടെ ഈ സ്റ്റേഷൻ മാഷും അങ്ങനെ ഒരുപാട് ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്ന് കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് SHO പറഞ്ഞത് കസ്റ്റഡിയിലാണ് എന്നുള്ളതാണ്. അതായത് ഇന്നലെ രാത്രിയാണ്, അതായത് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി സ്കൂളിലേക്ക്, അതായത് ഈ കുട്ടിയുടെ അമ്മയും സഹോദരിയും 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സഹോദരിയുണ്ട്. അത് ആ കുട്ടിയും ഈ സ്കൂളിലാണ് പഠിക്കുന്നത്. ഈ സ്കൂളിന് സമീപത്തെ ഒരു സ്ഥാപനത്തിലാണ് കുട്ടിയുടെ അമ്മ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇവരെല്ലാവരും ഒരുമിച്ചാണ് സാധാരണഗതിയിൽ സ്കൂളിലേക്ക് വരാറുള്ളത്. അതുപോലെ ഇത്തവണയും ഇന്നലെയും സ്കൂളിലേക്ക് വന്നു, അമ്മയും സഹോദരിയും അടക്കം. അപ്പോൾ അമ്മ ജോലിക്ക് പോയി, സഹോദരി സ്കൂളിൽ കയറി. എന്നാൽ ഈ കുട്ടി സ്കൂളിൽ കയറിയില്ല. ഈ സമയത്ത് ഈ ആൺസുഹൃത്ത് സ്കൂൾ പരിസരത്ത് ഉണ്ടായിരുന്നു. ഈ ആൺസുഹൃത്ത് +2 വിദ്യാർത്ഥിയാണ്, ഇതേ സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി സ്കൂളിലേക്ക് വരാറില്ല. ഇന്നലെ ആണ് ദിവസങ്ങൾക്ക് ശേഷം സ്കൂളിലേക്ക് വരുന്നത്. അത് യൂണിഫോമിലായിരുന്നില്ല എന്നാണ് കണ്ടവർ പറയുന്നത്. അങ്ങനെ ഈ പെൺകുട്ടിയുമായി അവിടെ നിന്ന് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ റെയിൽവേ ട്രാക്ക് പരിസരത്തേക്ക് വരികയാണ്. വൈകുന്നേരം വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാം. കാരണം വൈകുന്നേരം 6:30 കൂടിയാണ് ഈ പെൺകുട്ടി അമ്മയെ വിളിക്കുന്നത്. താൻ ഇവിടെ ഉണ്ടെന്നും താൻ ഉടനെ എത്തും, പേടിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് പിടിക്കുന്നത്. ഈ പുള്ളിപ്പാടം എന്ന് പറയുന്ന പ്രദേശമാണ് ഇത്. ഈ റെയിൽവേ ട്രാക്കിൽ നിന്ന് മുകളിലേക്ക് മാറിയ വലിയൊരു കുറ്റിക്കാടാണ്. ഈ കുറ്റിക്കാട് പ്രദേശത്താണ് മൃതദേഹം കണ്ടത്. എന്ന് വെച്ചാൽ ഇന്നലെ 6:30 കൂടി ഈ കുട്ടി അമ്മയെ വിളിക്കുന്നുണ്ട്. അതിനുശേഷം 8:30 കൂടിയാണ് ഏതാണ്ട് ഈ റെയിൽവേ സ്റ്റേഷൻ, അതായത് തൊടികപ്പുലം റെയിൽവേ സ്റ്റേഷനിൽ ഈ പയ്യനെ കാണുന്നത്. അങ്ങനെയെങ്കിൽ 6:30ക്കും 8:30ക്കും ഇടയിലുള്ള ഒരു സമയത്തായിരിക്കാം ഈ കൊലപാതകം നടന്നത്. ഈ കൊലപാതകം നടന്നതിന് ശേഷം ആണ് ഈ ആൺസുഹൃത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയത് എന്നുള്ളതാണ് വിവരം. ഈ റെയിൽവേ സ്റ്റേഷനിൽ ഈ സമയം പോലീസ് എത്തിയിരുന്നു. കാരണം ഈ പെൺകുട്ടി വിളിച്ച ഫോൺ നമ്പർ ട്രേസ് ചെയ്ത് അതിന്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്ത് പോലീസ് ഈ പരിസരത്ത് എത്തിയിരുന്നു. പോലീസിനെ കണ്ടപാട് ഈ ആൺസുഹൃത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിനുശേഷമാണ് പിന്നീട് തൊട്ടടുത്ത വീട്ടിലേക്ക് പോയി അവിടെ വീട്ടിൽ നിന്ന് വെള്ളം ചോദിക്കുകയും അച്ഛനെ വിളിക്കാൻ മൊബൈൽ ചോദിക്കുകയും ചെയ്തു. അവിടെ നിന്നാണ് അച്ഛനെ വിളിച്ച് പിന്നീട് പോകുന്നത്. എന്നാൽ ഇന്നലെ രാത്രി 9:00 കൂടിയാണ് പിന്നീട് പോലീസ് ഈ അച്ഛനെ വിളിച്ച് ഈ ആൺസുഹൃത്തിനെ ചോദ്യം ചെയ്യുന്നത്. പക്ഷെ ആദ്യഘട്ടത്തിലൊന്നും തന്നെ കൃത്യമായ വിവരങ്ങൾ നൽകാനോ അല്ലെങ്കിൽ പരസ്പര വിരുദ്ധമായിരുന്നു ഈ ആൺസുഹൃത്ത് സംസാരിച്ചിരുന്നത്. അതിനുശേഷം ഇന്ന് രാവിലെയോട് കൂടിയാണ്, കാരണം ഏതാണ്ട് പോലീസിന് കൃത്യമായ വിവരം ഇതിനകത്ത് ഈ ആൺസുഹൃത്തിന്റെ ഇൻവോൾവ്മെന്റ് കൃത്യമായി മനസ്സിലായതിന്റെ പശ്ചാത്തലത്തിലാണ് പിന്നീട് കൃത്യമായി ഈ ആൺസുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും അതിനുശേഷം കൃത്യമായി ചോദ്യം ചെയ്യുകയും ചെയ്തതോടുകൂടിയാണ് തങ്ങൾ പോയ വഴികളെക്കുറിച്ച് കൃത്യമായി ഈ ആൺസുഹൃത്ത് പോലീസിന് മൊഴി നൽകുന്നത്. പിന്നീട് പോലീസ് കസ്റ്റഡിയിലെടുത്ത് നടത്തിയ ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ ഈ കൊലപാതകവും അതോടൊപ്പം തന്നെ ലൈംഗികാതിക്രമം നടത്തി എന്നുള്ള വിവരം അല്ലെങ്കിൽ എന്നുള്ള ഒരു മൊഴി ഇപ്പോൾ ഈ ആൺസുഹൃത്ത് പോലീസിന് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ കൊലപാതകം നടന്നത് എന്നുള്ളൊരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. മാത്രമല്ല ഈ മൃതദേഹത്തിന്റെ കൈകൾ വസ്ത്രം തന്നെ ഉപയോഗിച്ച്